ഏവർക്കും GK സ്ലൈസസ് കറണ്ട് അഫയേഴ്സ് ക്വിസ് മാർച്ച് 2025 ഹൃദ്യമായ സ്വാഗതം. കഴിഞ്ഞ 6 മാസത്തിനിടെ ഓൺലൈനിൽ ഉൽപ്പാദിപ്പിക്കപ്പെട്ട AI ജനറേറ്റഡ് നിയമവിരുദ്ധ ഉള്ളടക്കത്തിന്റെ അളവ് കഴിഞ്ഞ വർഷത്തെ ആകെ ജനറേറ്റ് ചെയ്യപ്പെട്ട കണ്ടന്റ്സിനേക്കാൾ കൂടുതലാണെന്ന് ഇന്റർനെറ്റ് വാച്ച് ഫൗണ്ടേഷൻ റിപ്പോർട്ട് പറയുന്നു. AI ടൂൾസ് ഉപയോഗിച്ച് കുട്ടികളെ ദുരുപയോഗം ചെയ്യുന്നത് ക്രിമിനൽ കുറ്റമാക്കുന്ന ലോകത്തെ ആദ്യത്തെ രാജ്യം ഏത്? ബ്രിട്ടൻ. AI ടൂൾസ് ഉപയോഗിച്ച് ന്യൂഡിഫയിങ് റിയൽ ലൈഫ് ഇമേജസ്, അതേപോലെ കുട്ടികളുടെ മുഖം ഉപയോഗപ്പെടുത്തി മറ്റു ക്യാരക്ടറുകളിൽ പ്ലഗിൻ ചെയ്യുക തുടങ്ങിയ കുറ്റകൃത്യങ്ങൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ ലോകം ആകെ ഇതിനെതിരെയുള്ള പടപ്പുറപ്പാടിലാണ്. ഉക്രൈൻ റഷ്യ യുദ്ധം ഈ വർഷവും തുടരുകയാണ്. എന്നാൽ ചരക്കു ഗതാഗതത്തെ ബാധിക്കുമെന്നതിനാൽ ഒരു പ്രത്യേക മേഖലയിൽ യുദ്ധഭൂമിയാക്കുന്നത് അവസാനിപ്പിക്കാൻ രാജ്യങ്ങൾ പരസ്പരം സമ്മതിച്ചു എന്ന വാർത്ത ഉണ്ടായിരുന്നു. ഏത് മേഖലയാണ് ഇങ്ങനെ യുദ്ധത്തിന് തിരഞ്ഞെടുക്കുന്നതിൽ നിന്നും ഒഴിവാക്കണം എന്ന് തീരുമാനിച്ചത്? ബ്ലാക്ക് സീ. തുർക്കി, ഐക്യരാഷ്ട്രസഭ എന്നിവരാണ് ഈ തീരുമാനത്തിനായുള്ള ചർച്ചകളിൽ ചുക്കാൻ പിടിച്ചത്. ആക്രമണങ്ങൾ നിർത്തുവാനും ബ്ലാക്ക് സീയിൽ സുരക്ഷിതമായ ഷിപ്പിംഗ് ഉറപ്പാക്കുന്നതിനും രാജ്യങ്ങൾ പരസ്പരം സമ്മതിച്ചു. റഷ്യ, ഉക്രൈൻ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള ധാന്യങ്ങൾ, എണ്ണ, മറ്റ് ചരക്കുകൾ എന്നിവയുടെ കയറ്റുമതിക്ക് നിർണായകമായ ഒരു വ്യാപാര പാതയായാണ് ബ്ലാക്ക് സീ വർത്തിക്കുന്നത്. യമനിലെ ഹൂത്തികളെ ആക്രമിക്കുന്നതിനായി അമേരിക്കയിലെ ഉന്നത അധികാരികളുടെ യോഗം തീരുമാനിക്കുന്നു. ഇതിനായി ഒരു മെസഞ്ചർ ആപ്പിൽ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കുന്നു. ഇതിൽ വൈസ് പ്രസിഡന്റ്, പ്രതിരോധ സെക്രട്ടറി തുടങ്ങിയ പ്രമുഖരായ അനേകം US ഉദ്യോഗസ്ഥർ അംഗങ്ങളായി ചേരുന്നു. എന്നാൽ അബദ്ധത്തിൽ ദി അറ്റ്ലാന്റിക് എന്ന പ്രസിദ്ധീകരണത്തിന്റെ പ്രധാന എഡിറ്ററെയും ഇതിലേക്ക് ആഡ് ചെയ്തു. ആക്രമണ വിവരങ്ങൾ പുറത്തായി. ആകെ നാണക്കേടായി. ചോദ്യം: ഏത് ആപ്പിലൂടെയാണ് അവർ സന്ദേശം അയച്ചത്? സിഗ്നൽ. ജെയിംസ് ഹോവൽ അമേരിക്കയിലെ കമ്പ്യൂട്ടർ എഞ്ചിനീയർ ആണ്. 2013 അദ്ദേഹം അബദ്ധത്തിൽ തന്റെ ലാപ്ടോപ്പിന്റെ ഹാർഡ് ഡിസ്ക് ഡോക്സ്വേ എന്ന സ്ഥലത്തെ ചവറ്റുകൂനയിൽ നിക്ഷേപിച്ചു. എന്നാൽ അത് വീണ്ടെടുക്കാൻ പിന്നീട് ഹോവൽസ് ഒരു സ്പെഷ്യലിസ്റ്റ് സംഘത്തെ വിളിച്ചുകൂട്ടി സ്ഥലം ഖനനം ചെയ്യുന്നതിനായി ധനസഹായം നേടി. ന്യൂപോർട്ട് സിറ്റി കൗൺസിൽ പക്ഷേ അതിന്റെ അനുമതി നിഷേധിച്ചു. അവരായിരുന്നു സ്ഥലത്തിന്റെ ഉടമസ്ഥർ. ഇന്നത്തെ മൂല്യമനുസരിച്ച് അദ്ദേഹത്തിന് നഷ്ടപ്പെട്ട വസ്തുവിന്റെ മൂല്യം $751 മില്യൺ ആണെന്നാണ് അവകാശവാദം. എന്തായിരുന്നു ആ നഷ്ടപ്പെട്ട ഡിസ്കിൽ ഉണ്ടായിരുന്നത്? ബിറ്റ്കോയിൻ. അത് ഖനനം ചെയ്യുന്നതിലൂടെ ലഭിക്കുന്ന പണത്തിന്റെ 30% ന്യൂപോർട്ട്സ് കൗൺസിലിനും അവിടുത്തെ തദ്ദേശീയവാസികൾക്കും നൽകാമെന്ന് പറഞ്ഞു. തുടർന്ന് ഹൈക്കോടതി അദ്ദേഹത്തിന്റെ പ്ലീ ഡിസ്മിസ് ചെയ്യുകയാണ് ചെയ്തത്. ഇനി ആ സ്ഥലം സ്വന്തമായി വാങ്ങാൻ സാധിക്കുമോ എന്ന ചിന്തയിലാണ് ജെയിംസ് ഹോവൽസ്. കാനഡയിലെ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ പുരോഗമിക്കുകയാണ്. ഹൗസ് ഓഫ് കോമൺസ് എന്ന പാർലമെന്റിലേക്ക് ഭരണപക്ഷ പാർട്ടിയായ ലിബറൽ പാർട്ടിയുടെ നേതാവായിരുന്ന ജസ്റ്റിൻ ട്രൂഡോയ്ക്ക് പകരക്കാരനായി നിൽക്കുന്ന വ്യക്തിയുടെ ചിത്രമാണ് ഇവിടെ കാണുന്നത്. 45ാമത് പാർലമെന്റിലേക്കാണ് ഇലക്ഷൻ. ജസ്റ്റിൻ ട്രൂഡോയും ഇന്ത്യയും തമ്മിലുള്ള നയതന്ത്രപരമായ ചില പ്രശ്നങ്ങൾ നാം വാർത്തകളിൽ ശ്രദ്ധിച്ചതാണ്. ഈ വ്യക്തിയുടെ പേര് പറയുക. മാർക്ക് കാർണി. 59 വയസ്സുകാരനാണ് ഇദ്ദേഹം. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഏവർക്കും ഹെഡ്ലൈൻസ് പരിചയമുണ്ടാകും എന്ന് കരുതുന്നു. നാഷണൽ, ഇന്റർനാഷണൽ, ലോക്കൽ
ന്യൂസ് പോർട്ടലുകളിലെ പ്രധാനപ്പെട്ട തലക്കെട്ടുകൾ ശേഖരിച്ച് വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും വിജ്ഞാന കുതുകികളായ ഏവർക്കും ഉപകാരപ്പെടുന്ന രീതിയിൽ കമ്പൈൽ ചെയ്ത് അയക്കുന്ന ഒരു ന്യൂസ് പോസ്റ്റാണ് ഹെഡ്ലൈൻസ്. 2000-ലധികം ദിവസങ്ങളായി ഇത് തുടരുന്നു. നിങ്ങൾക്ക് ഹെഡ്ലൈൻസ് ലഭിക്കണമെങ്കിൽ ഇതോടൊപ്പം നൽകിയിരിക്കുന്ന വാട്സപ്പ് ഗ്രൂപ്പിൽ അംഗമാവുക. മാർച്ച് 2025 ലോകം ചർച്ച ചെയ്ത പ്രധാനപ്പെട്ട ഹെഡ്ലൈൻസിൽ നിന്നും ജനറേറ്റ് ചെയ്ത വേർഡ് ക്ലൗഡാണ് ഇവിടെ കാണുന്നത്. കറണ്ട് അഫയേഴ്സ് ക്വിസ് തുടരുന്നു. 1781 ജ്യോതിശാസ്ത്രജ്ഞനായ വില്യം ഹെർഷൽ തൻ്റെ ടെലസ്കോപ്പിലൂടെ ആദ്യമായി യുറാനസിനെ നോക്കിയതിൻ്റെയും ആദ്യം അത് ഒരു വാൽനക്ഷത്രമാണെന്ന് കരുതിയതിൻ്റെയും വാർഷികമാണിത്. അതൊരു ഗ്രഹമാണെന്ന് അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടതിന് ശേഷം ആ ഗ്രഹത്തിന് ആദ്യം നൽകിയ പേരെന്ത്? ജോർജ് സ്റ്റാർ. ആദ്യം ജോർജിയം സിഡസ് എന്നാണ് വിളിച്ചിരുന്നത്. അതിൻ്റെ ലാറ്റിൻ മൊഴിമാറ്റം ജോർജ് സ്റ്റാർ എന്നാണ്. ബ്രിട്ടീഷ് രാജാവായിരുന്ന ജോർജ് മൂന്നാമനോടുള്ള ബഹുമാനാർത്ഥമാണ് ഈ പേരിട്ടത്. ബ്രിട്ടീഷ് ഓൺലൈൻ ഫാഷൻ റീറ്റെയിലർ ഗ്രൂപ്പാണ് ബൂഹു. പ്രധാനമായും 16 മുതൽ 30 വയസ്സുവരെ പ്രായക്കാരെ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള വലിയ ശൃംഖലയാണിത്. ഇത് ഇപ്പോൾ റീബ്രാൻഡ് ചെയ്തിട്ടുണ്ട്. എന്താണ് ഇതിൻ്റെ പുതിയ പേര്? ഡെബൻഹാംസ്. ഫാസ്റ്റ് ഫാഷനെ പ്രോത്സാഹിപ്പിക്കുന്നതിൻ്റെ പേരിൽ ബുഹു ഒരുപാട് വിമർശിക്കപ്പെട്ടിട്ടുണ്ട്. വസ്ത്രങ്ങൾ നിർമ്മിക്കുന്നവർക്കും പരിസ്ഥിതിക്കും വലിയ നഷ്ടമുണ്ടാക്കുന്നതാണ് ഇവരുടെ നിർമ്മിതികൾ എന്നൊക്കെയാണ് വിമർശകർ പറയുന്നത്. ഏതായാലും ഡെബൻഹാംസ് ഒരു ബ്രിട്ടീഷ് ഡിപ്പാർട്ട്മെന്റ് സ്റ്റോർ ശൃംഖലയായിരുന്നു. UK, അയർലൻഡ്, ഡെൻമാർക്ക് എന്നിവിടങ്ങളിലും യൂറോപ്പിലും ഏഷ്യ പസഫിക്കിലും ഇവർക്ക് ഫ്രാഞ്ചൈസികൾ ഉണ്ട്. ചിത്രത്തിൽ കാണുന്നത് മെഹമ്മൂദ് കമാനി. 1964 ജനനം. ബ്രിട്ടീഷ് ബിസിനസ് പ്രമുഖനാണ്. അദ്ദേഹത്തിൻ്റെ പിതാവ് അബ്ദുള്ള ഖമാനി ഗുജറാത്തുകാരനാണ്. മെഹമ്മൂദ് കമാനി അനേകം ബിസിനസ് സംരംഭത്തിനുള്ള അവാർഡുകൾ നേടിയിട്ടുണ്ട്. ഓൺട്രപ്രണർ ഓഫ് ദി ഇയർ, ബിസിനസ് അവാർഡ്സ്, ലെജൻഡ്സ് ഓഫ് ഇൻഡസ്ട്രി അവാർഡ്സ് തുടങ്ങിയ അനേകം അംഗീകാരങ്ങൾ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. തൊട്ട് മുൻപുള്ള ഒരു ചോദ്യവുമായി ഇദ്ദേഹത്തിന് ബന്ധമുണ്ട്. അദ്ദേഹമാണ് നേരത്തെ പറഞ്ഞ ബോഹോ ഗ്രൂപ്പിന്റെ കോ ഫൗണ്ടർ. ഇദ്ദേഹവും കരോൾ കെയ്ൻ എന്ന ഒരു വ്യക്തിയുമായി ചേർന്നാണ് 2006 ബോഹോ ഗ്രൂപ്പ് തുടങ്ങിയത്. ജസ്റ്റിസ് ജോയ് മല്യ ബാഗ്ചി അടുത്തിടെ സുപ്രീം കോടതി ജഡ്ജിയായി സത്യപ്രതിജ്ഞ ചെയ്തു. സുപ്രീം കോടതി ജഡ്ജിമാരുടെ നിയമനത്തെ നിയന്ത്രിക്കുന്ന ഭരണഘടനാ വ്യവസ്ഥ ഏതാണ്? ആർട്ടിക്കിൾ 124 കൊളീജിയം സംവിധാനം ഇതിന്റെ ഭാഗമാണ്. സുപ്രീം കോടതിയിലെയും ഹൈക്കോടതിയിലെയും ജഡ്ജിമാരുടെ നിയമനവും സ്ഥലം മാറ്റവും കൊളീജിയം സംവിധാനത്തിലൂടെയാണ് നടത്തുന്നത്. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസും 4 മുതിർന്ന ജഡ്ജിമാരും അടങ്ങുന്നതാണ് കൊളീജിയം. വളരെ പ്രസക്തമായ സ്റ്റോക്ക്ഹോം വാട്ടർ പ്രൈസിനെ കുറിച്ചാണ് അടുത്ത ചോദ്യം. വാട്ടർ സയൻസ്, വാട്ടർ മാനേജ്മെന്റ്, പ്രൊട്ടക്ഷൻ എന്നീ മേഖലകളിൽ മികവ് പുലർത്തുന്നവർക്ക് നൽകുന്ന വളരെ പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഒരു ഗ്ലോബൽ അവാർഡാണ് സ്റ്റോക്ക്ഹോം വാട്ടർ പ്രൈസ്. സ്റ്റോക്ക്ഹോം വാട്ടർ ഫൗണ്ടേഷൻ, റോയൽ സ്വീഡിഷ് അക്കാഡമി ഓഫ് സയൻസസ് എന്നിവർ ചേർന്നാണ് ഇത് നൽകുന്നത്. റോയൽ സ്വീഡിഷ് അക്കാഡമി ഓഫ് സയൻസസ് നോബൽ സമ്മാനവുമായി ചേർന്ന് നിൽക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്കറിയാം. 2025 സ്റ്റോക്ക്ഹോം വാട്ടർ പ്രൈസ് നേടിയത് ആര്? പ്രൊഫസർ ഗൗണ്ടർ ബോച്ചി. അവാർഡ് സമ്മാനിക്കുന്നത് സ്വീഡനിലെ രാജാവായ കാൾ ഗുസ്താഫ് ആണ്. റിക്ടർ സ്കെയിലിൽ 7.7 രേഖപ്പെടുത്തിയ ഒരു ഭൂകമ്പം ഈയിടെ മ്യാൻമാറിൽ ഉണ്ടായി.
ഇവിടത്തെ ദുരിതബാധിതരെ സഹായിക്കുന്നതിനായി ഇന്ത്യ നടത്തിയ രക്ഷാപ്രവർത്തനത്തിന്റെ പേരെന്ത്? ഓപ്പറേഷൻ ബ്രഹ്മ. സാബ കപ്പ്, സൗത്ത് ഏഷ്യൻ ബാസ്കറ്റ്ബോൾ അസോസിയേഷൻ, മൂന്നാമത്തെ സാബ വുമൻസ് ബാസ്കറ്റ്ബോൾ ചാമ്പ്യൻഷിപ്പ് നേടുന്ന രാജ്യം ഏത്? ഇന്ത്യ. മാൽദ്വീപ്സിനെ പരാജയപ്പെടുത്തിയാണ് ഇന്ത്യ കിരീടം നേടിയത്. ആദ്യമായാണ് ഇന്ത്യ ഈ മത്സരത്തിൽ പങ്കെടുക്കുന്നത്. ചിത്രത്തിൽ കാണുന്നത് യമാൻഡു ഓർഷി, സ്കൂൾ അധ്യാപകനായിരുന്നു. ഉറുഗ്വേയിലെ വിശാല ഇടതുപക്ഷ പാർട്ടിയുടെ നേതാവാണ്. പാർട്ടിയുടെ പേര് മൂവ്മെന്റ് ഓഫ് പോപ്പുലർ പാർട്ടിസിപ്പേഷൻ, MPP. എന്താണ് ഇദ്ദേഹം മാർച്ച് മാസത്തെ വാർത്തകളിൽ നിറഞ്ഞു നിൽക്കാൻ കാരണം? ഉറുഗ്വേയുടെ 43ാമത്തെ പ്രസിഡന്റായി ഇദ്ദേഹം അധികാരമേറ്റു. ഇന്ത്യയിൽ ബ്രോഡ്ബാൻഡ് ഇന്റർനെറ്റ് ലഭിക്കുന്നതിനായി എയർടെൽ, ജിയോ എന്നീ കമ്പനികൾ ഒരു ധാരണാപത്രം ഒപ്പിട്ടു. വിവാദങ്ങൾ ചേർത്ത വാർത്തകളായിരുന്നു ഇത് മാർച്ച് മാസത്തിലുണ്ടാക്കിയത്. ഇതുപ്രകാരം ലോ എർത്ത് ഓർബിറ്റിൽ 42,000 ഉപഗ്രഹങ്ങളെ വിന്യസിക്കാനാണ് പദ്ധതി. കൂടുതൽ കാര്യക്ഷമമായ രീതിയിൽ എല്ലായിടത്തേക്കും ഇന്റർനെറ്റ് എത്തിക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. ഏത് വിദേശ കമ്പനിയുമായാണ് ഇന്ത്യയിലെ പ്രമുഖ സ്ഥാപനങ്ങൾ കരാറിലേർപ്പെട്ടത്? സ്പേസ് എക്സിന്റെ സാറ്റലൈറ്റ് ഇന്റർനെറ്റ് സർവീസായ സ്റ്റാർലിങ്ക്. 42,000 ഉപഗ്രഹങ്ങൾ എന്നുള്ളത് നേരത്തെ വായിച്ചിരുന്നല്ലോ അല്ലെ? ബഹിരാകാശത്തിൽ അടിഞ്ഞുകൂടുന്ന മനുഷ്യനിർമ്മിത മാലിന്യങ്ങളെയാണ് സ്പേസ് ഡെബ്രിസ് എന്ന് പറയുന്നത്. ഡെഡ് സാറ്റലൈറ്റ്സ്, ബ്രോക്കൺ റോക്കറ്റ് പാർട്സ്, ലോസ്റ്റ് ആസ്ട്രോനോട്ട് ടൂൾസ്, ഇതെല്ലാം ചേർന്നാണ് സ്പേസ് ഡെബ്രിസ്. ഭൂമിയുടെ ഭ്രമണപഥത്തിൽ ബഹിരാകാശാവശിഷ്ടങ്ങൾ ഏകദേശം എത്ര വേഗത്തിലാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്? ഭൂമിയുടെ ഭ്രമണപഥത്തിലെ ബഹിരാകാശ അവശിഷ്ടങ്ങൾ സാധാരണയായി 7 മുതൽ 8 കിലോമീറ്റർ പെർ സെക്കൻഡ് വേഗത്തിലാണ് സഞ്ചരിക്കുന്നത്. ഇത് മണിക്കൂറിൽ ഏകദേശം 28,000 കിലോമീറ്റർ വേഗതയ്ക്ക് തുല്യമാണ്. ഈ വേഗത ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്ന് 200 മുതൽ 2000 കിലോമീറ്റർ വരെ ഉയരത്തിലുള്ള ലോ എർത്ത് ഓർബിറ്റിൽ സഞ്ചരിക്കുന്ന വസ്തുക്കൾക്കാണ് പ്രധാനമായും ബാധകമായിട്ടുള്ളത്. ക്ലെസ്ലർ സിൻഡ്രോം എന്നത് ഭൂമിയുടെ ഭ്രമണപഥത്തിൽ സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു ദുരന്തമാണ്. ഡൊണാൾഡ് ജെ കെസ്ലർ എന്ന നാസ സയന്റിസ്റ്റ് 1978 മുന്നോട്ട് വെച്ച ഒരു സിദ്ധാന്തമാണ് ഇതിനടിസ്ഥാനം. എന്താണ് കെസ്ലർ സിൻഡ്രോം? നേരത്തെ പറഞ്ഞ സ്പേസ് ഡെബ്രിസ് അഥവാ ബഹിരാകാശ അവശിഷ്ടങ്ങൾ തന്നെയാണ് ഇതിന് കാരണം. ഭ്രമണപഥത്തിലെ ബഹിരാകാശ അവശിഷ്ടങ്ങൾ തമ്മിലുള്ള കൂട്ടിയിടികൾ ഒരു ചെയിൻ റിയാക്ഷൻ ഉണ്ടാക്കുകയും ഓരോ കൂട്ടിയിടിയും കൂടുതൽ അവശിഷ്ടങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യുന്നു. ഇത് ഭ്രമണപഥത്തെ തീവ്രമായി മലിനമാക്കുകയും ഭാവിയിലെ ബഹിരാകാശ പ്രവർത്തനങ്ങൾക്ക് ഏറെ വിഘാതം സൃഷ്ടിക്കുകയും ചെയ്യും എന്നാണ് ഈ തിയറി പറയുന്നത്. ഭൗതികശാസ്ത്രത്തിൽ TOE എന്ന് ചുരുക്കി വിളിക്കപ്പെടുന്ന ഒരു പരിഹരിക്കപ്പെടാത്ത പ്രശ്നമുണ്ട്, അൺസോൾവ്ഡ് പ്രോബ്ലം. എന്താണിത്? തിയറി ഓഫ് എവറിത്തിങ്. ഫിസിക്സിലെ ഒരു ഹൈപ്പോത്തറ്റിക്കൽ ഫ്രെയിംവർക്കാണിത്. പ്രപഞ്ചത്തിലെ എല്ലാ അടിസ്ഥാന ശക്തികളെയും, ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സ്, വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ്, സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ്, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, എല്ലാ കണികകളെയും ഏകീകൃതവും യോജിച്ചതുമായ ഒരു മാതൃകയിലേക്ക് ഏകീകരിക്കാനുള്ള ലക്ഷ്യമാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഹോക്കിൻസ്, ഐൻസ്റ്റീൻ തുടങ്ങിയവർ അനേകം പരീക്ഷണങ്ങൾ ഇതിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയിട്ടുണ്ട്. UNAT ഇനിഷ്യേറ്റീവിന്റെ പ്രാഥമികമായ ലക്ഷ്യം എന്താണ്? ഇംപ്രൂവിംഗ് എഫിഷ്യൻസി ആൻഡ് കോസ്റ്റ് എഫക്റ്റീവ്നെസ് വിത്തിൻ ദ യുണൈറ്റഡ് നേഷൻസ്. അടുത്തിടെ ISRO, സെമി കണ്ടക്ടർ ലബോറട്ടറി എന്നിവ ചേർന്ന്
ബഹിരാകാശത്തിനായുള്ള ഇന്ത്യയിലെ ആദ്യത്തെ തദ്ദേശീയ 32-ബിറ്റ് മൈക്രോ പ്രോസസറുകൾ വികസിപ്പിച്ചെടുത്തു. ഇവയുടെ പേരുകൾ എന്തൊക്കെയാണ്? വിക്രം 3201, കൽപ്പന 3201. ഒക്ടോബർ 5, 2016 ISRO വിക്ഷേപിച്ച ഉപഗ്രഹമാണ് GSAT-18. ഫ്രഞ്ച് ഗയാനയിലെ കൗറൂവിൽ നിന്നും ഏരിയൻ 5 VA-231 റോക്കറ്റ് ഉപയോഗിച്ചായിരുന്നു വിക്ഷേപണം. പക്ഷേ ഇതിനെക്കുറിച്ച് പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി ചില വിമർശനങ്ങൾ ഉന്നയിച്ചിരുന്നു. എന്താണത്? GSAT-18 ചില ട്രാൻസ്പോണ്ടറുകൾ 2027 വരെ ഉപയോഗിക്കാൻ സാധ്യമാവാത്ത രീതിയിലാണ് കോൺഫിഗർ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് കോടിക്കണക്കിന് രൂപയുടെ നഷ്ടം ഉണ്ടാകും എന്നതായിരുന്നു റിപ്പോർട്ട്. സാധാരണഗതിയിൽ ഇത്തരം ഉപഗ്രഹങ്ങളുമായി ബന്ധപ്പെട്ട വാർത്തകൾ വളരെ പ്രോമിസിംഗ് ആയിരിക്കും. പക്ഷേ ഇവിടെ നടന്ന ഓഡിറ്റിംഗിന്റെ ഭാഗമായി GSAT-18 എക്സ്റ്റൻഡഡ് സി ബാൻഡ് ട്രാൻസ്പോണ്ടറുകൾ 6 എണ്ണം 2027 വരെ ഉപയോഗിക്കാനാവാത്ത തരത്തിലാണ് സംവിധാനിച്ചിരിക്കുന്നത് എന്നത് ഏറെ വിമർശനത്തിന് വഴിവെച്ചു. ഈ ഐഡിയൽനെസ്സിന് കാരണം GSAT-14 നിലവിലുള്ള പ്രവർത്തനമാണ്. ഇതിനകം തന്നെ ഒരേ ഫ്രീക്വൻസി ബാൻഡിൽ പ്രവർത്തിക്കുന്ന ചില ട്രാൻസ്പോണ്ടറുകൾ GSAT-14 ഇത് ഏകദേശം 117 കോടി രൂപയുടെ നഷ്ടം ഉണ്ട് എന്നാണ് കണക്കാക്കുന്നത്. 286 ദിവസം അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെ വാസത്തിന് ശേഷം ബുച്ച് വിൽമോർ, സുനിത വില്യംസ് എന്നിവർ സ്പേസ് എക്സ് ക്യാപ്സൂളിൽ മാർച്ച് 19 ഡ്രോപ്പ് സോണിലേക്ക് പ്രവേശിച്ചു. എവിടെയായിരുന്നു അവർ സ്പ്ലാഷ് ഡൗൺ ചെയ്തത്? ഫ്ലോറിഡ നിയർ തലഹാൻസി, മാർച്ച് 18, 2025. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇത് നല്ലൊരു പഠനാനുഭവമായിരുന്നു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക. ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക.